നമ്മുടെ ഈ മോഡ്യൂളില് ഒരു അനദർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്റ്റോറേജ് ക്ലാസ്സസ്. സ്റ്റോറേജ് ക്ലാസ്സസ് എന്നുള്ള കോൺസെപ്റ്റ് പറയുന്ന സമയത്ത് നമുക്ക് ലൈഫ് ടൈം സ്കോപ്പിനെ കുറിച്ച് പറയണം. ഒരു വാരിയബിളിന്റെ ഒരു ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ആണ്. അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താ വെച്ചാൽ എവിടെയാണ്, എങ്ങനെയാണ്, അതായത് എപ്പോഴാണ് നമ്മളൊരു വാരിയബിൾ ആക്സസ് ചെയ്യാൻ പറ്റുക, എത്ര കാലം അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് ഫുള്ളി ഫോക്കസ് ചെയ്യുന്നത്. ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, എത്ര ഡ്യൂറേഷനിൽ ആ ഒരു വാരിയബിൾ മെമ്മറിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ നമുക്ക് എത്ര എത്ര നേരം നമുക്ക് ആ വാല്യൂ റിട്ടേൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ലൈഫ് ടൈം. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഏത് റീജിയനിലാണ്, എവിടെയാണ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുക, എവിടെയാണ് നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് സ്കോപ്പ് എന്ന് പറയുന്നത്. ഈ രണ്ട് കോൺസെപ്റ്റ്സിനെയും ഡിറ്റർമിൻ ചെയ്യുന്നത് സ്റ്റോറേജ് ക്ലാസ്സസ് വഴിയാണ്. നമുക്ക് 4 സ്റ്റോറേജ് ക്ലാസ്സസ് സി പ്രോഗ്രാമിലുണ്ട്. ഒന്ന് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഓട്ടോ. ഇതിന്റെ ലൈഫ് ടൈം പറഞ്ഞാൽ ആ ഒരു ബ്ലോക്കിന്റെ ഉള്ളിൽ മാത്രം നിലനിൽക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, വാരിയബിൾ ഇസ് ക്രിയേറ്റഡ് വെൻ ദ ബ്ലോക്ക് ഇസ് എൻഡഡ് ആൻഡ് ഡിസ്ട്രോയ്ഡ് വിത്തിൻ ദ വെൻ ദ ബ്ലോക്ക് ഇസ് എക്സിറ്റഡ്. നമ്മൾ ആ ബ്ലോക്കിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന്റെ ലൈഫ് ടൈം പോകും. അപ്പൊ വിതിൻ ദ ബ്ലോക്ക് മാത്രമാണ് അതിന്റെ ലൈഫ് ടൈം കിടക്കുന്നത്. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ആ ബ്ലോക്കിന്റെ ഉള്ളിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. സോ ഇറ്റ്സ് ഇൻസൈഡ് ദാറ്റ് പർട്ടിക്കുലർ ബ്ലോക്ക്. ഓക്കെ, അപ്പൊ ഒരു സ്റ്റോറേജ് ക്ലാസ്സും കൊടുത്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരു കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ വരുന്ന എല്ലാ വാരിയബിൾസുകളും എന്താണ്, ഓട്ടോമാറ്റിക് ആണ്. അതായത് അതിന്റെ ലൈഫ് ടൈം ആൻഡ് സ്കോപ്പ് പറഞ്ഞാൽ വിത്തിൻ ദാറ്റ് ബ്ലോക്ക് ഓൺലി. ഓക്കെ, അപ്പോ ഇതിൽ നിങ്ങളിപ്പോ വോയിഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് എക്സ് ഈക്വൽ 10, ഇതിൽ എക്സ് എന്ന് പറയുന്നത് പേരിൽ ഓട്ടോ കൊടുത്തിട്ടില്ലെങ്കിൽ കൂടി അതൊരു ഓട്ടോ ഇംപ്ലൈഡ് ആണ്. അതായത് ലൈഫ് ടൈം സ്കോപ്പ് ഒക്കെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഇനി സെക്കൻഡ് സ്റ്റോറേജ് ക്ലാസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആണ്. പേര് തന്നെ അറിയാം അത് എവിടെ ആയിരിക്കും. ലൈഫ് ടൈം എന്ന് പറയുന്നത് എന്റെ പ്രോഗ്രാമിൽ അതിന്റെ ലൈഫ് ടൈം ഉണ്ട്. സ്കോപ്പ് ഗ്ലോബൽ ആണ്, അതായത് എവിടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോ ഒരു ഫംഗ്ഷന്റെ ഉള്ളിൽ എഴുതി വെച്ച സാധനം നമുക്ക് വേറൊരു ഫംഗ്ഷനിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കോൺസെപ്റ്റ് ആണ് എക്സ്റ്റേണൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്റ്റാറ്റിക് എന്നുള്ളൊരു കോൺസെപ്റ്റ്. സ്റ്റാറ്റിക് ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റ് ഫോർ ദ എൻറ്റയർ, ഒരു പ്രോഗ്രാമിന്റെ ഉള്ളിൽ മൊത്തം അതിന് നിലനിൽപ്പുണ്ട്. അതാണ് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ. സ്കോപ്പ് പറഞ്ഞാൽ ഒരു ഫംഗ്ഷന്റെ ഉള്ളിലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ മാത്രമേ അതിന് നിലനിൽപ്പുള്ളൂ. ഒരു ഫയൽ ഗ്ലോബൽ രീതിയിലാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ വാരിയബിൾ ഒരു ഫംഗ്ഷൻ എവിടെയാണോ ഫയലിൽ യൂസ് ചെയ്യുന്നത് അവിടെ മാത്രം അതിന് നിലനിൽപ്പുണ്ട്. ഇപ്പൊ കൺസിഡർ ലൈക്ക് void function static in count equal 0. ഈ വാല്യൂ 0 റിട്ടേൺ വാല്യൂ ബിറ്റ്വീൻ കോൾസ്, ഓരോ കോൾസിനും കൗണ്ടിന്റെ വാല്യൂ 0 ആയിരിക്കും. സ്റ്റാറ്റിക് ഇൻഡെക്സ് ഈക്വൽ ടു 10, അതായത് ഫയലിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഫയലിന്റെ ഉള്ളിൽ മാത്രം ലിമിറ്റഡ് ആവും, അല്ലെങ്കിൽ അത് ഫംഗ്ഷന്റെ ഉള്ളിൽ മാത്രം ലിമിറ്റഡ് ആയി നിൽക്കുന്നതാണ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. രജിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു വേറൊരു വേർഷൻ ആണ്. അത് ആ ക്ലാസ് എങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ചാൽ ആ എക്സിസ്റ്റ് ഓൺലി വിത്തിൻ ദ ബ്ലോക്ക്. ഓക്കെ, വെരി ഇസ് ഡിഫൈൻഡ് സിമിലർ ടു ഓട്ടോ. എവിടെയാണ് ഡിഫൈൻ ചെയ്തത് അതിൽ മാത്രമാണ് നിൽക്കുന്നത്. സിമിലർ ടു ഓട്ടോ ആണ്. ദ വാരിയബിൾ ഇസ് ക്രിയേറ്റഡ് വെൻ ദ ബ്ലോക്ക് ഈസ് എൻറ്റേർഡ് ആൻഡ് ഡിസ്ട്രോയ്ഡ് വെൻ ദ ബ്ലോക്ക് ഇസ് എക്സിസ്റ്റ്. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ജനിക്കുന്നു, അത് നമ്മൾ അതിന് എക്സിറ്റ് ചെയ്യുമ്പോൾ അത് ഡിസ്ട്രോയ് ആവണം. സ്കോപ്പ് പറഞ്ഞാൽ ലോക്കൽ ടു ബ്ലോക്ക്, ആ ബ്ലോക്കിന്റെ ഉള്ളിൽ മാത്രമാണ് സ്കോപ്പ് ഉള്ളത്. അപ്പൊ അങ്ങനത്തെ കേസുകളും എന്തുണ്ട്, രജിസ്റ്റേഴ്സുകൾ ഉണ്ട്. ഓക്കെ, രജിസ്റ്റർ ടൈപ്പ് ഓഫ് രജിസ്റ്റർ എന്ന് വെച്ചുള്ള കീവേഡ് വെച്ചിട്ടായിരിക്കും യൂസ് ചെയ്യുക. ഓട്ടോയിൽ മാത്രം നമ്മൾ കീവേഡ് യൂസ് ചെയ്യില്ല. എക്സ്റ്റേൺ ആണെങ്കിലും അതെ. അതേപോലെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഓട്ടോയ്ക്ക് മാത്രമില്ല, രജിസ്റ്ററിനും അതേപോലെ തന്നെ സ്റ്റാറ്റിക്കിനും ഒക്കെ നമുക്ക് കീവേഡ്സുകൾ ഉണ്ട്. ഓക്കെ, ഇനി അതിലൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ലൈക്ക് ഈ ഒരു ടേബിൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എക്സ്റ്റേൺ, സ്റ്റാറ്റിക്, നൺ ഓർ ഓട്ടോ, രജിസ്റ്റർ എവിടെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പൊ എക്സ്റ്റേൺ എപ്പോഴാണ്, ബിഫോർ ഓൾ ഫംഗ്ഷൻ, തുടക്കത്തിൽ തന്നെ ചെയ്യുന്നതാണ്. വിസിബിലിറ്റി അല്ലെങ്കിൽ സ്കോപ്പ് എന്ന് പറയുന്നത് എൻറ്റയർ ഫയലിൽ ഉണ്ടാവും. ലൈഫ് ടൈം ഗ്ലോബൽ ആണ്, അതായത് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൺലി ഇൻ ദാറ്റ് ഫയൽ ഓർ ഓൺലി ഇൻ ദാറ്റ് ഫംഗ്ഷൻ. ലൈഫ് ടൈം ഗ്ലോബൽ ആണ്, എവിടെ യൂസ് ചെയ്യണം അവിടെ നമുക്കത് യൂസ് ചെയ്യാം. ബിഫോർ ഓൾ ദ ഫംഗ്ഷൻസ് ഫയൽ അല്ലെങ്കിൽ ഇൻസൈഡ് ദ ഫംഗ്ഷനിൽ ഉണ്ടാവും. ഓട്ടോ പറയുമ്പോൾ ഇൻസൈഡ് എ ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് അതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ആ ഫംഗ്ഷന്റെ ഉള്ളിൽ മാത്രമാണ്. ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ഓൺലി. രജിസ്റ്റർ അങ്ങനെയല്ല, രജിസ്റ്ററിൽ ഓൺലി ഇൻ ദാറ്റ് ഫംഗ്ഷൻ ഓർ ബ്ലോക്ക് അൺടിൽ എൻഡ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ തീരുന്നവരെ അത് ഉണ്ടാവും. അപ്പൊ ഈ ഒരു ടേബിൾ നിങ്ങൾ നോക്കി വെക്കുക. ഇതാണ് സ്റ്റോറേജ് ക്ലാസ്സിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ്. ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.